നരബലി ശാസ്ത്ര സാങ്കേതികയുടെ വികാസത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക മനുഷ്യർ. എഐയും ജെമിനിയും ഒക്കെ വാണുകൊണ്ടിരിക്കുന്ന പുതിയ കാലം. പണ്ട് മഹാബലി ചെയ്തതുപോലെ പാതാളവും ഭൂമിയും ആകാശവും വരെ തന്റെ പരിധിയിൽ കൊണ്ടുവന്ന പുതിയ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്തിൽ അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് നരബലി എന്ന് പറയുന്ന വാക്ക് ചർച്ച ചെയ്യപ്പെടുന്നത്? പണ്ടുകാലങ്ങളിൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവോ യുക്തിചിന്തയോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ചെയ്തിട്ടുള്ള ഒരു അനാചാരമാണ് നരബലി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നും അല്ലെങ്കിൽ ഈ ശാസ്ത്രയുഗത്തിലും ഈ നരബലി എന്ന് പറയുന്ന വാക്ക് നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ കാലം എത്ര തന്നെ പുരോഗമിച്ചാലും അടിത്തട്ടിൽ അന്ധതയും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സുബോധ് ജാവഡേക്കറിന്റെ മറാഠി ശാസ്ത്രകഥകളുടെ വിവർത്തനം കാളിയത്ത് ദാമോദരൻ നിർവഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നരബലി എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിൽ നരബലി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, കമ്പ്യൂട്ടറും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്, അതിൻ്റെ വൈകാരികത തലം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നരേഷാണ്. അദ്ദേഹം ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിലിരുന്ന് ജോലികൾ ചെയ്യുന്നതിനിടയിൽ തൻ്റെ മുമ്പിൽ കമ്പ്യൂട്ടറുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും നിർദ്ദേശം നൽകാൻ എഴുതി കാണിക്കണമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. രണ്ട് മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കുന്നത് പോലെ കമ്പ്യൂട്ടറിനോട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും. കമ്പ്യൂട്ടറിൽ നിന്നുള്ള മറുപടിയും ശബ്ദത്തിലൂടെ തന്നെ ലഭിക്കും. ഇതിലൂടെ ഒരാളോട് മുഖാമുഖം സംസാരിക്കുന്നത് പോലെ തോന്നും. ഇത് വളരെ സുഖകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് നരേഷിന് തോന്നിയത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആദ്യം കമ്പ്യൂട്ടറിന് എഴുതിയിട്ടാണ് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീടോ എന്ത് സംഭവിച്ചു? ശബ്ദങ്ങൾ വഴി സന്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ തന്നെ വലിയൊരു മാറ്റം, ശാസ്ത്രലോകത്തിൻ്റെ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്താൽ തന്നെ നമുക്കറിയാമല്ലേ, നമുക്ക് വോയിസ് മെസ്സേജുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ മാറ്റം തന്നെയാണ്. ആ ഒരു വലിയ മാറ്റത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭൂമിയിൽ നിന്നും അകലെയുള്ള ബഹിരാകാശത്തിൽ നിൽക്കുന്ന നരേഷിന് ഇങ്ങനെ കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്നത് സ്വന്തം സഹപ്രവർത്തകരോട് സംസാരിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. അങ്ങനെ നരേഷ് തൻ്റെ ജോലികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയുള്ള യാത്രയൊക്കെ വളരെ സുഖമായിട്ട് തന്നെ നടന്നു. ഇനി അടുത്ത യാത്രയെക്കുറിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കണം. ഇനി മടക്ക യാത്രയിൽ ശേഖരിക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് ഇങ്ങനെ വിവരങ്ങൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അടുത്ത യാത്രയുടെ വിവരങ്ങളും വഴിയും ഒക്കെ കണ്ടെത്താൻ കമ്പ്യൂട്ടറിനോട് നരേഷ് ആവശ്യപ്പെടുന്നുണ്ട്. അത് സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ബഹിരാകാശത്തിലെ വളരെ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നരേഷ് പങ്കുവെക്കുന്നുണ്ട്. അവിടെ കാപ്പി കുടിക്കുന്നത് മൊത്തി കുടിക്കുന്നതിന് പകരം സക്ക് ചെയ്ത് കുടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ബഹിരാകാശ യാത്ര നടത്തിയ സുനിത വില്യംസ് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഗുരുത്വാകർഷണം ഇല്ലാത്ത സമയത്ത് കാപ്പി കുടിക്കുന്ന അവസ്ഥയെപ്പറ്റി ഇവിടെ നരേഷ് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഈ നരേഷും ഈ കമ്പ്യൂട്ടറും അടങ്ങുന്ന ഈ പേടകം സൂര്യനടുത്തെത്തിയിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ പറയുകയാണ്, ഇത് അനുസരിച്ച് നമ്മൾ പോയി എന്ന് വെച്ചാൽ ഇനി നമ്മൾ ചിലപ്പോൾ സൂര്യൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ പേടകം സൂര്യനിൽ ചെന്നെത്തിയാൽ അത് കത്തി ഭസ്മമായി പോകും എന്നൊക്കെ നമ്മുടെ കമ്പ്യൂട്ടർ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ നരേഷ് പറഞ്ഞു, നമ്മുടെ ദൗത്യം പൂർത്തിയാക്കണമെങ്കിൽ നമുക്ക് എവിടെ പോകണം? സൂര്യൻ്റെ അടുത്തേക്ക് തന്നെ പോകണം. അപ്പോൾ രക്ഷപ്പെടാൻ വഴിയില്ലേ എന്ന കമ്പ്യൂട്ടറിൻ്റെ ചോദ്യത്തിന് നരേഷ് ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. നരേഷ് പറയുകയാണ്, സൂര്യൻ്റെ തൊട്ടടുത്ത് ചെന്ന് വിവരങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പേടകം എന്ത് സംഭവിക്കും? രണ്ടായിട്ട് വിഘടിക്കും. അങ്ങനെ രണ്ടായിട്ട് പേടകം മുറിയുന്ന സമയത്ത് മുമ്പിലുള്ള വലിയ കഷ്ണം സൂര്യനിലേക്ക് പോകും, പിൻഭാഗം ദൂരേക്ക് മാറും. പക്ഷേ സൂര്യൻ്റെ ആകർഷണത്തിൽ പോകുന്ന ആ വലിയ ഭാഗത്തിലാണ് എന്തിരിക്കുന്നത്? കമ്പ്യൂട്ടർ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഭാഗത്തിൽ ഈ കമ്പ്യൂട്ടർ ലയിച്ച് ഇല്ലാതെയായിട്ട് പോകുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അത് പറയാൻ നരേഷിൻ്റെ നാവ് പൊന്തിയില്ല. കാരണം എന്തായിരിക്കും? കാരണം ഇത്രയും നാളും കമ്പ്യൂട്ടറുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു നരേഷിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടറിന് പകരം ഒരു വ്യക്തിയെ തന്നെയാണ് ആര് കാണുന്നത്? നരേഷ് തൻ്റെ മുന്നിൽ കാണുന്നത്. ഭൂമിയിൽ നിന്ന് വരുന്ന സമയത്ത് വെറും യന്ത്രമായിരുന്നു. പക്ഷേ നിരന്തരമായിട്ടുള്ള കമ്പ്യൂട്ടറുമായിട്ടുള്ള സമ്പർക്കം മൂലം അദ്ദേഹത്തിന് ഒരു വൈകാരിക ബന്ധം കമ്പ്യൂട്ടറുമായിട്ട് തോന്നുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ചോദിക്കുകയാണ്, അപ്പോൾ എന്നെ ബലി കൊടുത്ത് നീ രക്ഷപ്പെടുമല്ലേ എന്ന കമ്പ്യൂട്ടറിൻ്റെ ചോദ്യത്തിന് ബലിയോ എന്ന് പറഞ്ഞാൽ എന്താ? നരേഷിന് ശരിക്കും അറിയാമായിരുന്നില്ല ആ വാക്കിനർത്ഥം. എന്താണ് ബലി എന്നുള്ളൊരു കാര്യം തൻ്റെ മെമ്മറിയിലുള്ള വിവരങ്ങൾ വെച്ച് കമ്പ്യൂട്ടർ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ ദുരിതമോ മഹാമാരിയോ ഒക്കെ വന്നാൽ അതില്ലാതാക്കാൻ വേണ്ടി മനുഷ്യരെ ബലി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയും ബലി കൊടുക്കാൻ പോവുകയാണോ എന്നതാണ് ആര് ചോദിക്കുന്നത്? ഇവിടെ കമ്പ്യൂട്ടർ നരേഷിനോട് ചോദിക്കുന്നത്. ഒരു തരത്തിൽ ശരിയായിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ? തൻ്റെ ദൗത്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇത്രയും നാളും തന്നെ സഹായിച്ചു കൊണ്ടിരുന്ന കമ്പ്യൂട്ടർ പെട്ടെന്നൊരു ദിവസം സൂര്യനിലേക്ക് ലയിക്കാനായിട്ട് പോവുകയാണ്.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് കമ്പ്യൂട്ടറിൻ്റെ സ്വരം വിറച്ചതായിട്ട് നരേഷിന് തോന്നുകയാണ്. ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ സ്വരം ഒരിക്കലും വിറയ്ക്കൊന്നുമില്ല, കാരണം എന്താണ്, അതൊരു യന്ത്രമാണ്. പക്ഷേ ഇവിടെ നരേഷിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ മനുഷ്യനായിട്ട് തന്നെയാണ് കമ്പ്യൂട്ടറിനെയും കാണാനായിട്ട് ശ്രമിക്കുന്നത്. പണ്ട് മനുഷ്യരെ ബലിക്കായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവരെ സ്വയരക്ഷയ്ക്ക് പോലും പറ്റാതെ കയറ് കൊണ്ട് വരിഞ്ഞു കെട്ടും. അയാളുടെ കാലുകൾ ചങ്ങല കൊണ്ട് പൂട്ടിയിടും. എന്നിട്ട് അയാളെ മരണത്തിന് വിട്ടുകൊടുക്കും. ഇത് കേട്ടപ്പോൾ നരേഷ് ഒന്നുകൂടി പതറി. ഇപ്പോൾ കമ്പ്യൂട്ടർ പറയുകയാണ്, നരേഷ് എന്നാൽ അതിനർത്ഥം എന്താണ്? രാജാവ് എന്നാണ്. അപ്പോൾ നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും, അതായത് നിന്റെ പേര് അന്വർത്ഥമാകാൻ പോവുകയാണ്. ഇതും കൂടി കേട്ടപ്പോൾ നരേഷിന് താൻ മരിക്കുന്നത് പോലെ തോന്നി. അയാൾ മുറി വിട്ട് ഇറങ്ങിപ്പോയി. ഇവിടെ ഒരു തരത്തിൽ കമ്പ്യൂട്ടർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണല്ലേ? എന്താണ്, തൻ്റെ ദൗത്യ വിജയത്തിന് വേണ്ടിയിട്ട് ഇവിടെ നരേഷ് ഒരു തരത്തിൽ കമ്പ്യൂട്ടറിന് ബലി കൊടുക്കുകയാണ്. കമ്പ്യൂട്ടറിന് ഇവിടെ ഒരു വ്യക്തിത്വം കൊടുക്കുന്നുണ്ട്. ഇവിടെ നരേഷ് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം പറഞ്ഞത്. അപ്പോൾ രാജാവിനെ പോലെ അധികാരം പ്രയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിനെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് തോന്നുകയാണ് താൻ വെറും ഒരു ഉപകരണം മാത്രമായി മാറി. മനുഷ്യന്റെ ലക്ഷ്യങ്ങൾക്കായിട്ട് തന്നെ ബലി കഴിക്കുന്നു എന്നതിലെ ഒരു വേദന കൂടി കമ്പ്യൂട്ടറിനുണ്ട്. പക്ഷെ ഒരു തരത്തിൽ ഇവിടെ നരേഷ് എന്ന് പറയുന്ന വ്യക്തി പൂർണ്ണമായിട്ടും ഒരു കുറ്റക്കാരനല്ല, മറിച്ച് എന്താണ്, അദ്ദേഹത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് ശാസ്ത്ര ലോകത്തിന്റെ തന്നെ വലിയ പദ്ധതിയുടെ ഒരു ഭാഗമാണല്ലേ. എന്നാൽ കമ്പ്യൂട്ടറിന്റെ വാക്ക് നരേഷിന് വളരെയധികം വിഷമം ഉണ്ടാക്കി. കമ്പ്യൂട്ടറിനെ അദ്ദേഹം ഒരു യന്ത്രമായി കാണാത്തത് കൊണ്ടാണ് ആ ഒരു വിഷമം ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ അത്തരത്തിൽ ശാസ്ത്രലോകത്തിന്റെ വലിയ ദൗത്യങ്ങൾക്ക് മുമ്പിൽ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് എന്താണ് ഒരു സ്ഥാനമില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. നരേഷ് വിചാരിക്കുകയാണ് കമ്പ്യൂട്ടർ വെറും ഒരു യന്ത്രമാണ്, തൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിനെന്തുണ്ട്, സംസാരശേഷിയുണ്ട്. സ്ക്രീനിൽ എഴുതുന്നതിന് പകരം അതിപ്പോൾ സംസാരിക്കുന്നുണ്ട്. അതല്ലേ വ്യത്യാസമുള്ളൂ, അതിന് സ്വന്തം ബുദ്ധിയോ അല്ലെങ്കിൽ വിചാരവികാരങ്ങളോ ഒന്നും ഇല്ല എന്ന് നരേഷ് സ്വയം പറഞ്ഞിങ്ങനെ സമാധാനിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തൻ്റെ പേര് അന്വർത്ഥമാകാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന് ചിന്താശേഷിയുണ്ടോ എന്ന് അദ്ദേഹം ശങ്കിക്കുകയാണ്. കമ്പ്യൂട്ടറിന് സ്വന്തം മരണത്തെപ്പറ്റി സങ്കല്പിക്കാൻ കഴിയുമോ? അതിന് അസ്തിത്വ ബോധമുണ്ടോ? ഒരു തരത്തിൽ അതിൻ്റെ സംസാരത്തിൽ തീർച്ചയായിട്ടും ഒരു പരിഹാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് നരേഷ് വിചാരിക്കുകയാണ്, ഇങ്ങനെ കമ്പ്യൂട്ടറിന് സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ഒരു ബോധമുണ്ടായ സ്ഥിതിക്ക് അത് സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമോ? ഒരു പക്ഷേ പേടകം 2 കഷ്ണം ആവാതിരിക്കാൻ ആ കമ്പ്യൂട്ടർ എന്തെങ്കിലും പ്രവർത്തിക്കുമോ? അങ്ങനെയായാൽ താനടക്കം കത്തിപ്പോവില്ലേ? നീ എന്നെ ബലി കൊടുക്കുമല്ലേ? അപ്പോൾ എന്നോടൊപ്പം നീയും മരിക്കുക എന്ന് കമ്പ്യൂട്ടർ വിചാരിച്ചാലോ? നരേഷ് ഇതൊക്കെ ഓർത്തിട്ട് ആകെ വിയർത്ത് കുളിച്ചുപോയി. ഈ സമയത്ത് ഭൂമിയിലുള്ളവരുടെ സഹായം തേടിയാലോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വൈദ്യുതി വിച്ഛേദിച്ചാലോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ അതിൻ്റെ യന്ത്രം ഓഫാക്കി വെച്ചാലോ എന്നൊക്കെ അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ തനിക്ക് ആപത്ത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ എന്ന് കരുതി അതിനൊന്നും മെനക്കെടാതെ അദ്ദേഹം തൻ്റെ പണികൾ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കമ്പ്യൂട്ടറിനോടുള്ള സംസാരം അവിടെ നിർത്തി. പക്ഷേ നരേഷ് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടർ അനുസരിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ നരേഷുമായി നടത്തിയിട്ടുള്ള സംഭാഷണം ചെറിയൊരു ഭാവനാവിലാസം മാത്രമാണോ? കൂടുതലൊന്നും ആലോചിക്കാൻ അദ്ദേഹം നിന്നില്ല. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മുന്നിലെ പ്ലേറ്റിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കൃത്യമായിട്ട് തന്നെ തൻ്റെ പേടകം സഞ്ചരിക്കുന്നുണ്ടോ, വഴിയൊക്കെ ശരിയാണോ എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പേടകം വേർപെടാനുള്ള സമയമായി. നരേഷ് നിർദ്ദേശങ്ങൾ നൽകി, കമ്പ്യൂട്ടർ അനുസരിച്ചു. നരേഷ് കൺട്രോൾ റൂമിലേക്ക് കണ്ണോടിച്ചു. എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇനി ആകെ 4 മിനിറ്റ് ബാക്കിയുള്ളൂ. 3 മിനിറ്റിനുള്ളിൽ സുരക്ഷാ ബെൽറ്റുകൾ മാറ്റി അയാൾ പുറത്തേക്ക് നീങ്ങാൻ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് തൻ്റെ കാലുകൾ ഉയർത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാലുകൾ എവിടെയോ ഉടക്കിയിരുന്നു. അയാൾ നിലവിളിച്ചു. പക്ഷെ അതെന്തായിരുന്നു? തൻ്റെ ബൂട്ടുകൾക്കിടയിൽ കാന്തം ഉണ്ടായിരുന്നു. അതെന്താണ്? ഗുരുത്വാകർഷണ മേഖലയിൽ സാധാരണ പോലെ നടക്കാനായിട്ട് വയ്ക്കാറുള്ള ഒന്നായിരുന്നു ഈ കാന്തം എന്ന് പറയുന്നത്. അങ്ങനെ സർവ്വശക്തിയും എടുത്ത് അയാൾ കാലുകൾ ഉയർത്തി. അയാൾ സ്വതന്ത്രനായി. 2 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അയാൾ കൺട്രോൾ റൂമിൻ്റെ വാതിലിൻ്റെ അടുത്തെത്തി. 1 മിനിറ്റ് ബാക്കി. പാനലിന് മുകളിലെ മുഴുവൻ ചുവപ്പ് ബൾബുകളും പ്രകാശിച്ചു. അയാൾ സർവ്വശക്തിയും ഉപയോഗിച്ച് തൻ്റെ ശരീരം വാതിലിന് പുറത്തേക്ക് കൊണ്ടുവന്നു. നീങ്ങി വാഹനത്തിൻ്റെ പിൻവശത്തെത്തി. ഇടയിലെ വാതിലടഞ്ഞു. അയാൾ ചെറുതായി ഞെട്ടി. എന്ത് സംഭവിച്ചു? ഈ വാഹനം 2ആയിട്ട് വിഘടിക്കാനായിട്ട് തുടങ്ങി. മുൻഭാഗം എവിടേക്ക് പോകും? സൂര്യനിലേക്ക് പോകും. പിൻഭാഗം ദൂരേക്കും അകന്നു പോകും. അതായത് താൻ ജയിച്ചു, തനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. കമ്പ്യൂട്ടറിനെ ബലി കൊടുത്ത്. കമ്പ്യൂട്ടറോ തന്നെ രക്ഷിക്കാനായിട്ട് സ്വയം നിശബ്ദം ആത്മബലി നടത്തി. ആ നിമിഷത്തിലാണ് സൂര്യനോട് ലയിക്കുന്നതിന് മുമ്പ് കമ്പ്യൂട്ടറിനോടൊന്ന് സംസാരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. അയാൾ വേഗം മൈക്കിനടുത്തേക്ക് ഓടി. കമ്പ്യൂട്ടറിനോട് പറഞ്ഞു, നിനക്ക് 5 മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതീവ നിർവികാരമായിട്ടാണ് കമ്പ്യൂട്ടർ പറയുന്നത്. അറിയാം, 5 മിനിറ്റിനകം ഞാൻ സൂര്യ തേജസ്സിൽ ലയിച്ചു ചേരും. അപ്പോൾ നരേഷ് ചോദിക്കുകയാണ്, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ട് നീ എന്തിനാണ് പിന്നെയും
ആത്മരക്ഷയ്ക്കായിട്ടുള്ള മാർഗങ്ങൾ ചെയ്യാതിരുന്നത്. അപ്പോൾ അതിന് കാരണം കമ്പ്യൂട്ടർ തന്നെ പറയുകയാണ്, നീ എന്നെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ, എൻ്റെ കാലുകൾ ചങ്ങലക്കിട്ടു. നരേഷ് ആകെ അമ്പരന്നു ഇത് കേട്ടപ്പോൾ. ചങ്ങലയോ? എന്ത് ചങ്ങല? അപ്പോൾ കമ്പ്യൂട്ടറിന് മേലെ നരേഷ് കെട്ടിയിരുന്ന ചങ്ങല എന്തായിരുന്നു? അതായത് മനുഷ്യനെ രക്ഷിക്കാൻ ആദ്യം ശ്രമിക്കണം, സാധിക്കുമെങ്കിൽ മാത്രമേ സ്വയരക്ഷ പാടുകയുള്ളൂ. മനുഷ്യൻ ഞാൻ എന്ന് പറയുന്ന രണ്ട് അവസ്ഥ വരുന്ന സമയത്ത് മനുഷ്യനാണ് മുൻഗണന നൽകേണ്ടത്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് കമ്പ്യൂട്ടറിൻ്റെ തലയിൽ ആര് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ നരേഷ് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ചങ്ങലയായിട്ട് ഇവിടെ കമ്പ്യൂട്ടർ കൽപ്പിക്കുന്നത്. അത്തരത്തിൽ നീ എനിക്കുമേൽ വെച്ചിട്ടുള്ള ഈ നിയമത്തെ ലംഘിക്കാൻ എനിക്ക് കഴിയില്ല, ആ നിയമം കൊണ്ട് എന്നെ കെട്ടിയിട്ടിരുന്നു. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ശബ്ദം വളരെ ക്ഷീണിതമായിട്ട് തോന്നി. മുൻഭാഗം സൂര്യനിലേക്ക് ഇങ്ങനെ വലിച്ച് അടുപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നരേഷിൻ്റെ കാതിൽ ചെണ്ടമേളം കേൾക്കാൻ പറ്റി. എന്തിൻ്റെ ചെണ്ടമേളമാണ്? പണ്ട് കാലത്ത് ബലിയർപ്പിക്കാനായിട്ട് നിർത്തിയ ചെറുപ്പക്കാരൻ്റെ നിലവിളി ചെണ്ടമേളത്തിൽ ഇങ്ങനെ അലിഞ്ഞ് ഇല്ലാതെയായി. ആ പേടകം ഒന്ന് വട്ടം കറങ്ങി സൂര്യൻ്റെ ഉഗ്രരശ്മികളേറ്റ് അതിൻ്റെ പിൻഭാഗം വാൾത്തല പോലെ മിന്നിത്തിളങ്ങി. നരേഷിൻ്റെ കണ്ണുകൾക്ക് ആ പ്രകാശം സഹിക്കാനായില്ല. അയാൾ കൈകൾ കൊണ്ട് കണ്ണു മറച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാഠഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു കമ്പ്യൂട്ടറിനെ ചിന്താശേഷിയും അതുപോലെ തന്നെ വികാര പ്രകടനങ്ങളും ഒക്കെ നടത്തുന്ന മാനുഷിക ഭാവങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ പാഠഭാഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മനുഷ്യൻ്റെ പരിണാമദശയെ സൂചിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രത്തിൻ്റെ പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പണ്ട് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് നടത്തിയിരുന്ന നരബലിക്ക് ഇന്ന് വ്യത്യസ്ത രൂപങ്ങളാണുള്ളത് അല്ലേ? കേവലം ഒരു പ്രോഗ്രാമിൻ്റെ നിവൃത്തി എന്നതിലപ്പുറം കമ്പ്യൂട്ടറിനൊരു മാനുഷിക ഭാവം നൽകുന്ന സമയത്ത് മനുഷ്യൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ബലിയാടാകുന്ന മറ്റൊരു വ്യക്തിത്വമായിട്ട് നമുക്കിവിടെ കമ്പ്യൂട്ടറിനെ കാണാനായിട്ട് സാധിക്കും.